കൊള്ളാലോടാ, സ്വന്തം തന്തേ തല്ലിക്കാൻ ഗുണ്ടകളെയും കൊണ്ടുവന്നിരിക്കുന്നു. നിങ്ങൾ കൂടുതൽ വർത്താനൊന്നും പറയണ്ട. ഇവരെവിടെ താമസിപ്പിച്ചേ പറ്റൂ. ഇവരെവിടെ താമസിപ്പിക്കുന്ന പ്രശ്നമില്ല, കാശല്ല. എനിക്കെൻ്റെ മാനമാണ് വലുത്. മാനത്തിന്റെ കഥയൊന്നും കൂടുതൽ പറയണ്ട, അതൊക്കെ നമുക്കറിയാം. ഞങ്ങൾ ഇവിടെ ഒരു ഇന്റർവ്യൂവിന് വന്നതാ ചേച്ചി. ഈ പുള്ളിക്കാരൻ പറഞ്ഞിട്ടാ ഞങ്ങൾ ഇവിടെ വന്നത്. ഈ സമയത്ത് ഞങ്ങൾ ഇവിടെ പോകാനാ താമസിക്കാൻ. റൂംസ് അവൈലബിൾ ഫോർ. മണിക്കൂർ കണക്കിന് മുറി വാടകയ്ക്ക് കൊടുക്കുന്നതേ നാട്ടുകാർക്ക് കുർബാന കൊള്ളാനൊന്നും അല്ലല്ലോ. ഡേയ്, എന്താടാ നോക്കുന്നേ? എന്താടാ? ദേ, പിള്ളേരിവിടെ നല്ലൊരു കാര്യത്തിനാ വന്നത്. മര്യാദക്ക് ഇവർക്ക് റൂം കൊടുത്തില്ലെങ്കിൽ തന്റെ കോണത്തില് ലോഡ്ജ് ഇവിടെ കിടന്ന് കത്തും. കാണണോ? ഡാ, ആ 36 നമ്പർ റൂമിന്റെ താക്കോലെടുത്തോളൂ. നിങ്ങൾ വാ പിള്ളേരെ. ഡേയ്, ആ തിരിച്ചറിയൽ കാർഡിന്റെ കോപ്പി. അതൊക്കെ പണ്ടേ എടുത്തതാ. വാഴ വെച്ചാ മതിയായിരുന്നു. നിങ്ങൾ മുമ്പേ വയ്ക്കോ, ഞാൻ പുറകെ വരാം. ഓക്കെ ചേട്ടാ. ഇനി ചേച്ചി പറഞ്ഞ പോലെ ഒരുത്തൻ്റെ രാത്രി ഇവിടെ എത്തി നോക്കാൻ വന്നു എന്ന് തന്നെ ഇരിക്കട്ടെ. അല്ല, അത് കള്ളമാണെന്നല്ല ഞാൻ പറഞ്ഞത്. അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ കുടുംബത്തിലെ ആണുങ്ങളോടല്ലേ ഇത് പറയേണ്ടത്? ഈ ചത്തുപോയ ജോസഫ് എന്താ ഏതാന്ന് അറിഞ്ഞിട്ടാണോ വീട്ടിൽ വിളിച്ച് കയറ്റിയത്? 1938 കിഴക്കൻ ജർമ്മനിയിൽ സമാനമായൊരു സംഭവം ഉണ്ടായി. അവിടെ ആണുങ്ങൾ പലതും പറയും, പ്രവർത്തിക്കും. പക്ഷെ അത് നമ്മള് പെണ്ണുങ്ങളല്ലേ മോളെ സൂക്ഷിക്കേണ്ടത്. ഇനി പറഞ്ഞിട്ട് എന്താ കാര്യം? മോനെ, അവനെന്തിയേ? ഈ വീടെടുത്ത് തന്നത് തന്നെ നീ ദുബായിലേക്ക് പോയാലും എൻ്റെ ഒരു കണ്ണിവിടെ ഉണ്ടാവുമെന്ന് വിചാരിച്ചിട്ടാണ്. എനിക്ക് അവളോടല്ല, ആ നായിൻ്റെ മോനോടാ കലിപ്പ്. ജോസഫ് അവൻ്റെ അമ്മയോടെ. ഞാൻ നിന്നെ കുറ്റം പറയുള്ളൂ. ഡാ, നിർത്തേണ്ടവനെ നിർത്തേണ്ടടുത്ത് നിർത്തണം. ഈ വരമ്പത്ത് നിർത്തേണ്ടവനെ കുടുംബത്ത് കയറ്റിയാൽ ഇതുപോലിരിക്കും. നീ ചെന്ന് അവളുടെ മുഖത്ത് നോക്കി അങ്ങോട്ട് പറയടാ, ഈ നാറിയ ബന്ധം ഇനി വേണ്ടെന്ന്. അളിയാ, അളിയോ. ആളിയൻ്റെ വേണ്ട. പ്രമോദെ, അളിയനൊക്കെ പണ്ട്. ഐ ഓൾറെഡി സ്പോക്ക് ടു മൈ അഡ്വക്കേറ്റ്. എനിക്ക് ഡിവോഴ്സ് വേണം. ഇക്കാര്യത്തിൽ ഇനി എനിക്കത് കേൾക്കാനുമില്ല, പറയാനുമില്ല. അങ്ങനെ അറുത്തു മുറിച്ച് പറയാൻ വരട്ടെ. കേട്ടിട്ടില്ലേ? കൂടുമ്പോൾ ഇമ്പമേറുന്നതാണ് കുടുംബം. ദൈവം കൂട്ടിയോജിപ്പിച്ചതിനെ പിരിക്കാനും അവനേ അവകാശമുള്ളൂ. മഹേഷേ, ഇത് നിന്റെ ഐഡിയ അല്ല, മുകളിലിരിക്കുന്നവൻ്റെ ഐഡിയയാ. അത് നീ മറക്കണ്ട. ഇത് നിങ്ങളുടെ കുടുംബകാര്യം മാത്രമായിട്ട് അങ്ങനെ നിസ്സാരവൽക്കരിക്കാൻ കഴിയില്ല. 1900 അല്ലേ അത് വേണ്ട. ഇവിടെ വാസ്തവത്തിൽ എന്താണ് സംഭവിച്ചിരിക്കുന്നത്? ഒരു സ്ത്രീയുടെ ചോയ്സ് ആണ് ചോദ്യം ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഇവിടെ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്സിന്റെ ഒരു ഇഷ്യൂ ഉണ്ട്. സാറിന്റെ തലശ്ശേരിയിലെ ടോക്ക് ഷോയുടെ പേരെന്താന്നാ പറഞ്ഞേ? പെണ്ണെ, നീ തീയാവുക. ആ ഷോയിന്ന് എന്നെ എന്തിനാ റിമൂവ് ചെയ്തത്? റിമൂവ് ചെയ്തതല്ല, പ്രസ്ഥാനത്തിന്റെ ഗുഡ്വില്ലിന് വേണ്ടി തൽക്കാലത്തേക്ക് ഒരു മാറ്റി നിർത്തല്, അത്ര തന്നെ. ആ, അതാണ് ഗുഡ്വിൽ. ഗുഡ്വിൽ. മൈക്കിന്റെ മുന്നിലും വാട്സപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ മാത്രമേ നിങ്ങൾക്ക് ഫെമിനിസം വരൂ. അത്രേ ഉള്ളൂ നിങ്ങളുടെയൊക്കെ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്. ജീവിതത്തിൽ നിങ്ങളൊക്കെ ആണ്, വെറും ആണ്. നിങ്ങളുടെയൊക്കെ ഗുഡ്വില്ലിന് വേണ്ടി ഒരുങ്ങിക്കെട്ടി നിൽക്കാൻ എനിക്ക് മനസ്സില്ല. എല്ലാരോടും കൂടി ഒരു കാര്യം പറയാ, ഇപ്പൊ ഇറങ്ങിക്കോണം, ഈ നിമിഷം ഇറങ്ങിക്കോണം ഇവിടുന്ന് എല്ലാവരും. ആ, നീ പോകുമ്പോ അമ്മയും കൂടെ കൊണ്ടുപോകണം. ഇവരിറങ്ങണോ വേണ്ടയോ നീ മാത്രം തീരുമാനിച്ചാൽ മതിയോ? ഞാൻ പറയണ ഇവര് പോണമെങ്കിൽ. എല്ലാരും ഒന്നും ഉദ്ദേശിച്ചത് നിങ്ങളെയും കൂടെ ചേർത്തിട്ടാ. ഇത് എന്റെ പേരിലുള്ള വാടക വീടാ. ഇറങ്ങിക്കോ.